ഞാൻ ഈ റൈസ് പോട്ടിനകത്തേക്ക് ചോറ് വെക്കാറേ ഇല്ല കേട്ടോ. എനിക്കെന്താ അത്രയ്ക്ക് വലിയ ഇഷ്ടമില്ല. പിന്നെ അത് ഉപയോഗിക്കാതെ മൂലക്കിടന്ന സാധനമാണ്. പിന്നെ തണുപ്പ് സമയത്ത് വരുമ്പോൾ മാത്രമാണ് കേട്ടോ ഈ സംഭവം വലിയ പുറത്തേക്ക് ഇറങ്ങുക. ഇതേ നമ്മുടെ അരിമാവ് ദോശ ഇഡ്ഡലിയുടെയൊക്കെ മാവ് പൊങ്ങാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. എത്ര ലേറ്റായിട്ട് അരച്ചാലും ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. അത്യാവശ്യം കൈ തൊടാൻ പറ്റുന്ന പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ മാവ് എത്രത്തോളം ഉണ്ടോ അത്രയും മുങ്ങിക്കിടക്കണം കേട്ടോ വെള്ളം. അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച മാവിൻ്റെ പാത്രം ഇറക്കി വെച്ച് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഒരു 5 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ല പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. എൻ്റെ മാവ് പുളിക്കാറില്ല, എൻ്റെ ഇഡ്ഡലി ദോശയൊക്കെ പുളിക്കാറില്ല കേട്ടോ. ഇത് ഞാൻ പറയണല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ ഇതുപോലെ മാവ് പൊങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ. ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, ഈ തണുപ്പ് സീസണിൽ മാത്രമാണ് കേട്ടോ എൻ്റെ ഈ ഹോട്ട് പോട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുവരെ ഇതുമൂലൊക്കെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. അപ്പോൾ ഇതേ നല്ല അടിപൊളി പഞ്ഞി പോലത്തെ ഇഡ്ഡലി കണ്ടോ. അപ്പോൾ വീഡിയോ